നമസ്കാരം. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അഥവാ BBC ഇന്ത്യയിലെ നേരിട്ടുള്ള സർവീസുകൾ അവസാനിപ്പിക്കുന്നു. പകരം കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ കമ്പനി രൂപീകരിച്ച് ലൈസൻസ് അവർക്ക് കൈമാറുന്നു. BBCയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഏതൊരു രാജ്യത്തും ഇങ്ങനെയൊരു കൈമാറ്റം വേണ്ടിവരുന്നത്. പുതിയ കമ്പനിയിൽ നിയമപ്രകാരം സാധ്യമായ 26% ഓഹരി ലഭിക്കാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുമുണ്ട്. രാജ്യത്തെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ നിർണായകമായ ഏടുകൾ കുറിച്ചിട്ടുള്ള ഒരു മാധ്യമ പാരമ്പര്യം മറയുമ്പോൾ ഇന്ത്യൻ മാധ്യമ ലോകത്തോട് അത് പറയുന്നത് എന്ത്? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, CPM-ൽ നിന്ന് A സമ്പത്ത്, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ KA ഷാജി എന്നിവരാണ്. ആദ്യം നമ്മുടെ കൂടെ ചേരുന്നത് മാധ്യമപ്രവർത്തകനായ KA ഷാജിയാണ്. ശ്രീ ഷാജി, BBC ഇവിടെ ഇന്ത്യൻ സർവീസുകൾ ഇല്ലാതാവുന്നു. പകരം കളക്റ്റീവ് ന്യൂസ് റൂം എന്നൊരു സ്വകാര്യ കമ്പനി രൂപവൽക്കരിച്ച് അവർക്ക് ലൈസൻസുകൾ കൈമാറുന്നു. അതിൽ എത്രത്തോളം പങ്കാളിത്തം BBCക്ക് ലഭിക്കുമെന്നത് അവർ ഉറ്റുനോക്കുകയാണ്. 26% പരമാവധി സാധ്യമാവുക. അത് ലഭിക്കുമോ എന്ന് നോക്കുന്നു. അത് ഉറപ്പില്ല. ഗവൺമെൻറ് അതിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു രൂപമാറ്റത്തിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്, BBCയുടെ ഈ നിലയ്ക്കുള്ള രൂപമാറ്റത്തിന് ഇന്നത്തെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ഉത്തരവാദിയാണ്? നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വലിയൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് മീഡിയ വൺ പോലൊരു ചാനലിന് വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു നിയമപരമായ അവകാശം രാജ്യത്തെ പരമോന്നത കോടതി നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BBCയുടെ പ്രസ് റിലീസിൽ പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഇത്തരത്തിൽ അതിൻ്റെ ജീവനക്കാർക്കായിട്ട് പബ്ലിഷിംഗ് റൈറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളതെന്നാണ് ലോകത്തിൽ ആദ്യമായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ധർമ്മം എന്താണ്? 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, അതുപോലെ തന്നെ നമ്മുടെ ഒരു വിഷ്വൽ മാധ്യമ സംസ്കാരത്തിന് തുടക്കമായിട്ടുള്ള ദൂരദർശൻ്റെ മലയാളം ചാനൽ ഇങ്ങനെ ഒരു വളരെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, സാമുദായികമായിട്ടും സാമൂഹികമായിട്ടും ഭിന്നിപ്പിക്കുന്ന, വെറുപ്പ് വളർത്തുന്ന ഒരു സിനിമ കൊണ്ടുവന്നിട്ട് പ്രദർശിപ്പിക്കുകയാണ്. അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ BBCക്കെതിരായിട്ടുള്ള ഈ ഒരു നീക്കം കഴിഞ്ഞ 1 വർഷമായി നടക്കുന്നു. കൃത്യം 1 വർഷമായി BBCക്കെതിരായിട്ട് IT റെയ്ഡ് ഉണ്ടായിട്ട്, അതുപോലെ അവരുടെ രേഖകൾ പിടിച്ചെടുത്തിട്ട് അവർക്കെതിരെ രാജ്യവ്യാപകമായിട്ട് BJPയുടെ ഒക്കെ നുണപ്രചാരകരും അതുപോലെ IT ഹാൻഡിലുകളും വളരെ കൃത്യമായും ആസൂത്രിതമായും നുണകൾ പറഞ്ഞു വരത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കൃത്യം 1-ാം വാർഷികത്തിൽ തന്നെ BBC ഇങ്ങനെയൊരു നീക്കം നടത്തുക എന്ന് പറയുമ്പോൾ അതിനൊരു ലോകവ്യാപകമായി അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എത്രാം സ്ഥാനത്താണെന്നുള്ളത്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആഗോള പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 180 രാജ്യങ്ങൾക്കിടയിൽ 161-ാം സ്ഥാനത്തേക്ക് അധപ്പതിച്ചു പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുക, ഈ രാജ്യത്ത് BBC സംപ്രേഷണം തുടങ്ങുന്നത് 1946-ലാണ്. 46 മുതൽ അവർ ഇംഗ്ലീഷിൽ തുടങ്ങി, പിന്നെ ഹിന്ദിയിലേക്കായി മറാത്തിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഗുജറാത്തിയുണ്ട്. ഇത്രയും ഭാഷകളിൽ സ്വതന്ത്രമായും നിഷ്പക്ഷമായും നിർഭയമായും വാർത്തകൾ കൊണ്ടുവരികയും, വാർത്തയ്ക്ക് ജാതിയില്ല, വാർത്തയ്ക്ക് മതമില്ല, വാർത്തയ്ക്ക് രാഷ്ട്രീയമില്ല, വാർത്തയ്ക്ക് മുൻവിധികളില്ല എന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച ഒരു വലിയൊരു സംസ്കാരമാണ് BBC. അല്ലാതെ BBC പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. നമ്മൾ നോക്കുക, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്യുകയും ഇന്ത്യക്കാരടക്കമുള്ള ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത് ദൂരദർശനോ അല്ലെങ്കിൽ ആകാശവാണി ആയിരുന്നില്ല, BBC ആയിരുന്നു. അപ്പോൾ എക്കാലത്തും ഇന്ത്യക്കാരുടെ അടക്കം മനസ്സിൽ കൃത്യമായ വാർത്ത, സത്യസന്ധമായ വാർത്ത, വിഭാഗീയതകളില്ലാത്ത വാർത്ത, ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടുന്ന വാർത്തകൾ അത് ഗൗരവം ചോരാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള സംവിധാനമാണ് BBC. ആ BBC ആണെന്ന് പറയുന്നത് 26% സ്റ്റേക്ക് ഈ പുതിയ കമ്പനിയിൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അനുഭവം തരികയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ അതും കൂടി വിട്ടുകൊടുക്കുകയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നു, ലോകത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്.
ഇത് നമ്മൾ നോക്കുക, ഈ രാജ്യത്ത് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിന്റെ ഇടയിൽ മാധ്യമ പ്രവർത്തനം, മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമങ്ങളുടെ ഉള്ള സർക്കാരിന്റെ അതിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ 2023 ഫെബ്രുവരിയിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത്. BBC-യുടെ മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ 3 ദിവസം നീണ്ടുനിന്ന റെയ്ഡായിരുന്നു. അതിന് അല്പം മുമ്പാണ് BBC നരേന്ദ്രമോദിയെ 2002 ഗുജറാത്ത് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്ന ഡോക്യുമെൻ്ററി ഇന്ത്യയിലൊഴികെ ബാക്കി എല്ലായിടത്തും പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് 2023 അല്ലെങ്കിൽ 2022 അവസാനമെന്ന് നമുക്ക് പറയാം. പക്ഷേ 2020 തന്നെ ഈ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരമാവധി FDI 26% നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണം സർക്കാർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റം അല്ലെങ്കിൽ ഈ ലൈസൻസ് കൈമാറ്റം BBC-ക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണം ഈ കോൺട്രവേഴ്സി അല്ലെങ്കിൽ BBC-ക്ക് മേലുള്ള ഈ ഒരു സമ്മർദ്ദ തന്ത്രം സർക്കാർ പ്രയോഗിക്കുന്നതിന് മുമ്പേ തന്നെ നടന്നു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ നടപടി ഉണ്ടാകുന്നത് എന്ന് സാങ്കേതികമായി സർക്കാരിന് വിശദീകരിക്കാൻ കഴിയും. അതിൽ ഒതുങ്ങുമോ, അതിൽ തൃപ്തരാകുമോ ഇന്ത്യൻ മാധ്യമ നിരീക്ഷകർ? തീർച്ചയായിട്ടും ആകില്ലെന്ന് വേണമല്ലോ നമ്മൾ വിലയിരുത്താൻ. കാരണം നമുക്ക് നോക്കുക, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ FDIയുടെ പ്രശ്നം വന്ന സമയത്ത് അത് കൃത്യമായി ടാർഗറ്റ് ചെയ്തത് BJP വിരുദ്ധമായിട്ടുള്ള, മോഡി വിരുദ്ധമായ വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമ സംവിധാനങ്ങളെയാണ്. ഇപ്പോൾ ഹഫിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിൽ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയൊരു ഇന്റർനാഷണൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് വരുന്നു. അവർ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ എഡിഷൻ തുടങ്ങുന്നു. അത് വളരെ കൃത്യമായിട്ട് മോഡി ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധത തുറന്നു കാണിച്ചു. കൃത്യമായി FDIയിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് അതിനെ പൂട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ BBC-ക്ക് എതിരെ നടക്കുന്ന നീക്കങ്ങളെയും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും മോഡി വിമർശിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഗുജറാത്ത് വംശഹത്യയൊക്കെ പരാമർശിക്കുന്ന ആളുകളെ, മാധ്യമ സംവിധാനങ്ങളെ എല്ലാം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാനം പാഠപുസ്തകത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അപ്പോൾ വിമർശിക്കുന്നവരെയെല്ലാം ഒന്നുകിൽ വില കൊടുത്ത് വിമർശനങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലിയും ഷാബു പ്രസാദും നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നൌഷാദ് അലി, മാധ്യമങ്ങൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെ കടുത്ത പ്രയോഗങ്ങൾ, തങ്ങളെ അനുകൂലിക്കാത്ത മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടുത്ത പ്രയോഗങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ നിരോധനം ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിലുപരിയായി വിദേശ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്നതുകൂടി ഈ മാധ്യമ നയത്തിൻ്റെ ഭാഗമാണ് എന്നത് BBC-ക്ക് നേരെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ BBC-യിൽ ഈ റെയ്ഡുകളൊക്കെ നടക്കുന്ന സമയത്ത് പൊതുവിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അന്തിമ ഫലം കൂടിയാണ് ഇപ്പോൾ BBC-യുടെ ഇന്ത്യൻ സർവീസ് ഇല്ലാതാവുന്നു എന്നത്. BBC എന്ന പേരില്ലാതാവുന്നു, മറിച്ച് അവരുടെ എല്ലാ ആക്ടിവിറ്റീസും അവരുടെ ഓപ്പറേഷൻസ് എല്ലാം തീർച്ചയായും ഈ പുതിയ കമ്പനിയിലൂടെ അവർക്കിവിടെ തുടരാവുന്നതുമാണ്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്? പ്രമോദ്, ഇവിടെ BBC 1940 മുതൽ ഇന്ത്യയിലുണ്ട്. ലോകത്തിൽ അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ ഓപ്പറേഷണൽ ഏരിയ എന്നത് ഇന്ത്യയാണ്. 200-ലധികം ജീവനക്കാരുണ്ട്. ബ്രിട്ടൻ കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് അവർ ഏറ്റവും കൂടുതൽ ഓപ്പറേഷണൽ സ്പേസ് അവർ പ്രകടിപ്പിക്കുകയും നിവർത്തിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് പൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് അത് അതീവ നിർഭാഗ്യകരമായ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും സഹിഷ്ണുതയ്ക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനും ലോക മാധ്യമ രംഗത്തുള്ള ഇന്ത്യയുടെ ദീർഘകാലമായ ഇന്ത്യയുടെ ഒരു സൽപ്പേരിനൊക്കെ വലിയ കളങ്കമേൽപ്പിക്കുന്ന ഒന്നാണ്. ആ സൽപ്പേരൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് നശിച്ച് നമ്മൾ പിന്നെ ഈ പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലൊക്കെ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെയൊക്കെ ആ പട്ടികയിൽ ആ ഒരു കോളത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ദുരവസ്ഥയാണ്. ഏതായാലും അല്ലെങ്കിലേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന മട്ടിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര രംഗത്തുള്ള പരിവേഷം അത് പാടെ ഇടിയുന്ന ഒരു നടപടിക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ വാർത്ത കേട്ട ഉടനെ നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളെയും ഇവർ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തി ഗോഡി മീഡിയക്കാരാക്കി മാറ്റി തങ്ങളുടെ വാഴുന്ന കൈകൾക്ക് വളയിടാനും സ്തുതിഗീതികൾ ചമക്കാനും ഒക്കെയുള്ള ആളുകളായിട്ട് മാറ്റിക്കഴിഞ്ഞു.
ഇവിടെ അവശേഷിക്കുന്ന വിദേശ മാധ്യമങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ പല വാർത്തകളും എത്തിച്ചു തന്നിരുന്നത്. അവയ്ക്ക് നേരെയൊക്കെ കുറെ കാലമായിട്ട് സംഘപരിവാറുകാർ അമ്പിളിമാമനെ നോക്കി കുരക്കുന്ന പട്ടികളെ അനുസ്മരിപ്പിക്കും വിധമൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു പോകുന്നത് ഇവിടെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെതിരെ ഇവർ കൂവിയാർക്കുകയുണ്ടായി. മോദിയോടൊരു ചോദ്യം ചോദിച്ചതിൽ പിന്നെ വാൾ സ്ട്രീറ്റ് ജേർണലിനെ ഇവരാകെ കൂട്ടം ചേർന്ന് വെട്ടുകിളികളെ പോലെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ദ ഗാർഡിയന്റെ ചില വെളിപ്പെടുത്തലുകൾക്ക് നേരെ അവർക്ക് നേരെ തിരിയുന്നു. BBC-ക്ക് നേരെ ഇൻകം ടാക്സും ED ഒക്കെ റെയ്ഡിന് പോകുന്നു. സമാനമായിട്ട് ആംനസ്റ്റി ഇന്റർനാഷണലിനെതിരെ 2018-ലും 19-ലും വ്യാപകമായ റെയ്ഡുകൾ നടത്തി അവർ 2020 ഇവിടെ പൂട്ടിക്കെട്ടിപ്പോയി. ആകാർ പട്ടേൽ അവരുടെ ഇന്ത്യൻ ചീഫിന്റെ യാത്രകൾ വരെ തടസ്സപ്പെടുത്തുന്നു. ഓക്സ്ഫാം അടക്കമുള്ള നിരവധി തിങ്ക് ടാങ്കുകൾക്കൊക്കെ ഇവർ കൂച്ചു വിലങ്ങിട്ടു. അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഇന്ത്യയിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചു. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഫ്രഞ്ച് പത്രപ്രവർത്തകയായ വെനീസ്യ ഡക്കോങ്ങിന്റെ അവരുടെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒക്കെ ഇവർ ക്യാൻസൽ ചെയ്തത്. ഇത്തരത്തിൽ വിദേശ മാധ്യമങ്ങളെ തെരഞ്ഞുപിടിച്ചവർ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യം ഒരു അസഹിഷ്ണുതയുടെ രാജ്യമായിട്ട് ഒരു തരത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലയില്ലാത്തവരുടെ നാടായിട്ട് അധികാരികൾക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായിട്ട് ഇന്ത്യ മാറുന്നു. ലോകം അത്തരത്തിൽ എല്ലാ കീർത്തിയും അതിലൊരു പോയിന്റ് ഉള്ളത് ഇവിടെ കമ്പനിയുടെ പേര് മാറുന്നു. BBC എന്നുള്ളത് കളക്റ്റീവ് ന്യൂസ് റൂം എന്നാകുന്നു എന്നേ ഉള്ളൂ എന്ന് ഒരുപക്ഷെ പറയാം. കാരണം കണ്ടന്റിൽ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും സർക്കാരായിട്ട് കൊണ്ടുവരുന്നില്ല. മാത്രവുമല്ല ഇതിൽ നിശ്ചിത ശതമാനം ഓഹരി BBC-ക്ക് എടുക്കുന്നതിൽ തടസ്സമുണ്ടാവില്ല എന്ന് വേണം കരുതാൻ. കാരണം 26% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ഡിജിറ്റൽ മീഡിയയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 99.99% നിക്ഷേപമുണ്ടായിരുന്ന BBC-ക്ക് അവരുടെ കമ്പനി വേറൊരു പേരിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ആ ബ്രാൻഡ് ഇല്ലാതാവുന്നു, മറ്റൊരു പേരിലേക്ക്. അത് പക്ഷേ ഉള്ളടക്കത്തെ ബാധിക്കുമെന്ന് കരുതണോ? ഏതായാലും അത് ഉള്ളടക്കത്തെ ബാധിക്കില്ല എന്ന് നമുക്ക് നിശ്ചയമായും കരുതാം. ഏതായാലും മജുംദാറും ശർമ്മയും അസനും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ 26% ഓഹരി BBC-ക്ക് ലഭിക്കാനുള്ള അനുമതി സർക്കാർ നൽകണം. അത് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് BBC-യെ പോലെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു നെറ്റ്വർക്കിനെ ഇത്തരത്തിലാണ് ഇവർ നേരിട്ടതെങ്കിൽ അതിങ്ങനെ ഒരു പരകായ പ്രവേശം നടത്തി വരുന്നൊരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നീതി അതിനോട് ഈ ഗവൺമെന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താണ് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യത്തെ കണക്കുകൾ എടുത്താൽ ആഴ്ചയിൽ 5-6 പത്രപ്രവർത്തകരെ വീതം ഇവർ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും വിവിധ വകുപ്പുകൾ ചാർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര സംഘടനകളൊക്കെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പറയുന്നത്. ബാംഗ്ലൂരിലെ ഗൗരി ലങ്കേഷ് തൊട്ട് ബേഗുസരായിലെ മുകേഷ് കുമാർ വരെ സുഭാഷ് കുമാർ വരെ വെടിയുണ്ടക്കിരയായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ BBC ഇത്തരത്തിൽ മാറി വരുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ പശ്ചാത്തലത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ എത്തരത്തിലൊക്കെയാണ് അവർക്ക് മുമ്പുള്ള പെർഫോമൻസ് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജേർണലിസം, സ്വതന്ത്ര ജേർണലിസം എന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് BBC-യുടെ അറിയിപ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീ എ സമ്പത്ത്, ഇതിപ്പോൾ പുതുതായി അവർ ഇന്നൊരു തീരുമാനമെടുത്തു എന്നല്ല, കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അവരുടെ ഓപ്പറേഷൻസിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ പോകുന്നു എന്ന് അവർ തന്നെ അറിയിച്ചതാണ്. ഈ ഏപ്രിൽ മുതലാണ് അത് നടപ്പാകുന്നത്. ഇതിന് ഒരു ശിക്ഷാ നടപടിയുടെ ഗവൺമെന്റിന്റെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ എതിരായി നടത്തുന്ന ഒരു കൂച്ചു വിലങ്ങിടലിന്റെ ഒരു ഉദാഹരണമായി കാണണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിൽ സർക്കാരിന് ഉണ്ടാവേണ്ടതാണ്. ഇത് സ്വാഭാവികമായ ഒരു നിയമ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. 26%-ലധികം ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓഹരി പാടില്ല എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ CPM ആയാലും ഒരുപക്ഷെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ചില നിയന്ത്രണങ്ങളൊക്കെ വേണമെന്ന് ആലോചിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടാലോ? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മറുപടി? പ്രമോദ്, നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തിൽ നിലവിലുള്ള നമ്മുടെ ഭരണഘടനയനുസരിച്ച് അതിൻ്റെ ഭാഗം 3-ലെ അനുച്ഛേദം 19(1)(a) ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്
ആൻഡ് എക്സ്പ്രഷൻ എന്നത്, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അനുച്ഛേദം 19(1)(a) അനുസരിച്ച് മൗലിക അവകാശവും, ആ മൗലിക അവകാശം നമ്മുടെ നിലവിലുള്ള ഭരണഘടനയനുസരിച്ചും സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവുകൾ അനുസരിച്ച് രാഷ്ട്രത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും അത് നിഷേധിക്കാൻ കഴിയാത്തതും, അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഒരു ഹൈക്കോടതിയോ ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള ആ മൗലിക അവകാശത്തെ സസ്പെൻഡ് ചെയ്യാനും കഴിയാത്തതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ പ്രമോദ് അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു. നേരത്തെ ഇപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകൻ എന്നുള്ള തൻ്റെ ആ ഒരു ചുമതലയിൽ നിന്നുകൊണ്ടാണ് ഷാജി ചില കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നൗഷദ് അലി പറഞ്ഞത് ചില രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ കൂടി പറയട്ടെ. 1975 BBC-യെ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നിരോധിക്കുകയുണ്ടായി. അത് അടിയന്തരാവസ്ഥ കാലത്താണ്. കോൺഗ്രസിനകത്ത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ സേവ പിടിച്ചു പറ്റാനായി ഒരു കൂട്ടം അത്തരത്തിൽ MP-മാർ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കോക്കസായി പ്രവർത്തിക്കുന്ന വേളയിൽ അവരുടേതായിട്ടുള്ളൊരു വലിയ ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടായി. ഇന്ത്യയെ അത്തരത്തിൽ മോശപ്പെട്ട നിലയിൽ ചിത്രീകരിക്കുന്നു എന്നതാണ് അവർ അന്ന് പറഞ്ഞത്. ഞാനന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. മാത്രമല്ല എൻ്റെ പിതാവ് തിരുവനന്തപുരത്ത് നിന്ന് വിശ്വകേരളം എന്നൊരു ദിനപത്രം അതിൻ്റെ പ്രസാധകനുമായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്ര കൃത്യമായി ഞാനിത് പറയാനിടയായത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ മറ്റൊരു കാര്യം, 2023 ഒക്ടോബർ മാസം 3 ഇന്ത്യയുടെ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ 46 പത്രപ്രവർത്തകരുടെ 46 ജേർണലിസ്റ്റുകളുടെ വീടുകൾ, അതിൽ വനിതകളടക്കമുണ്ട്, വളരെ പ്രായമേറിയ സീനിയർ സിറ്റിസൺസിനും അത് 70-80 വയസ്സ് വരെയുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകർ, അവരുടെ അടക്കം വീടുകളിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്തമെന്ന് നമ്മൾ പറയുന്ന ചില അത്തരത്തിൽ BJP നേതാക്കൾ പറയുമല്ലോ, ഇവിടെ രാവിലെ 3-3:30 മണിക്ക് മുമ്പുള്ള സമയം. അപ്പോൾ 46 പേരുടെ വീട്ടിലേക്കാണ് അത്തരത്തിലുള്ള ഈ അന്വേഷണ സംഘം എന്ന നിലയിലേക്ക് പോലീസും അതുപോലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും ഒക്കെയായി അത്തരത്തിൽ ചെല്ലുന്നത്, റെയ്ഡ് നടത്തുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകരുടെ വീട്ടിലേക്ക് നടത്തുന്ന റെയ്ഡ്, ദ ക്രാക്ക് ഡൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്നത്, 3 ഒക്ടോബർ മാസം 2023 നടത്തിയതാണ്. ഓർമ്മയില്ലേ ന്യൂസ് ക്ലിക്കിനെ വേട്ടയാടിയത്? അതുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരുടെ മേലിലേക്കെല്ലാം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കെട്ടഴിച്ചു വിട്ടത്, ചില ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ ഇപ്പോൾ BBC മാത്രമല്ല, ഇപ്പോൾ BBC-യിൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമമനുസരിച്ച് BBC മാത്രമല്ല, ഏത് മാധ്യമ പ്രവർത്തനവും അത്തരത്തിൽ അവരെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. എൻ്റെ ചോദ്യം, പ്രമോദ് അപ്പുറത്തിരുന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഇതേ മീഡിയ വണ്ണിനെ 48 മണിക്കൂർ നേരം സംപ്രേഷണം നിരോധിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? ഒരു നോട്ടീസ് പോലും നൽകാതെ. ഈ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു സഹോദര സ്ഥാപനം എന്ന് ഞാൻ പറയുന്നത് ബൈ പ്രൊഫഷനാണ് ഈ പറയുന്ന മാധ്യമരംഗത്ത്. എങ്ങനെയായിരുന്നു അവരുടെ നിരോധനത്തെ നീക്കിയത്? നിങ്ങൾ സുപ്രീം കോടതിയിലടക്കം നിയമ പോരാട്ടം നടത്തി. മറ്റേ കൂട്ടർ ഇക്കാര്യത്തിൽ മുട്ടിലിഴഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, ആ പദപ്രയോഗം അവർക്കിനി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഇത്തരത്തിൽ ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള ഈ മാധ്യമ ശൃംഖലകളെ വേട്ടയാടുകയും മാധ്യമപ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്തു. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വലിയ ലാർജ് ഇൻഡസ്ട്രിയൽ ഹൗസസും ശ്രീ സമ്പത്ത്, ഞാൻ അതിലേക്ക് കൂടി വരാം. നമ്മുടെ ചർച്ചയുടെ അടുത്ത ഭാഗത്ത് തീർച്ചയായിട്ടും അതിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നടപടിയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ നേരത്തെ ശ്രീ സമ്പത്ത് പറയുകയുണ്ടായി, പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് BBC നിരോധിച്ചിരുന്നു എന്ന്. അതിനു മുമ്പും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ കൽക്കറ്റ, ഫാൻഡം ഇന്ത്യ തുടങ്ങിയ ഡോക്യുമെൻ്ററികൾ അത് ആ ഡോക്യുമെൻ്ററികൾ BBC പ്രസിദ്ധീകരിച്ച സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് നിരോധിച്ചിരുന്നു BBC-യെ. അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പോഴത്തെ നടപടി, ഇപ്പോൾ ഇതിൽ നേരിട്ട് സർക്കാർ ഒന്നും ചെയ്തിട്ടല്ല ഈ നിലപാടിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നത് എന്ന് വേണമെങ്കിൽ നിയമപരമായി പറയാമെങ്കിൽ തന്നെയും ഈ ഇൻകം ടാക്സ് റെയ്ഡുകളും BBC ഡോക്യുമെൻ്ററി, അവരുടെ 2002 ഗുജറാത്ത് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ നിരോധനവും ഒക്കെ തന്നെ എന്താണ് കാണിക്കുന്നത്? BBC-യെ പോലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് പേര് കേട്ട, ഇന്ത്യയിൽ തന്നെ അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാട്ടാൻ കഴിയുന്ന ഒരു മാധ്യമത്തെ ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയല്ലേ? ശ്രീ ഷാബു പ്രസാദ്, താങ്കളോടാണ് ചോദിച്ചത്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. താങ്കളുടെ ആ ക്യാമറ കുറച്ചുകൂടി ഒന്ന് ടൈറ്റൻ ചെയ്യാൻ എനിക്ക് ക്യാമറമാനോട് പറയണമെന്നുണ്ടായിരുന്നു. PCR എന്ന് പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞോളൂ.
ഓക്കെ. ആ പ്രമോദ് അടക്കം 4 പേരോടാണ് എനിക്ക് ഉത്തരം സമ്മതിക്കാനുള്ളത്. 1 against 4 ആണ്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അനാവശ്യമായി ഇടപെടാതിരിക്കാനുള്ള ആ ഒരു മര്യാദ താങ്കൾ കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കൾ പറയൂ. അല്ല, ഞാനത് ഇവിടെ ഇതായിട്ട് പറഞ്ഞാണ്, ആമുഖമായിട്ട് പറഞ്ഞ. ഇനി ഇവിടെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 150-ാമത്തെയോ 180 രാജ്യങ്ങളിൽ 150-ാമത്തെയോ 140-ാമത്തെയോ ആണ്. ഞാൻ ആ വാദത്തെ അംഗീകരിക്കുക. ഇനി മറ്റൊന്ന്, ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ വിഷയം. പ്രമോദ് രാമന്റെ ഈ ചാനലിൽ, മീഡിയ വൺ ചാനലിൽ നിങ്ങളുടെ ഒരു പത്രപ്രവർത്തകന്, നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകന് സ്വതന്ത്രമായി അയാൾക്ക് ഇഷ്ടമുള്ള, അയാൾക്ക് കൺവിൻസിംഗ് ആയ ഒരു വാർത്ത ഇതിൻ്റെ അകത്ത് സംപ്രേഷണം ചെയ്യാൻ കഴിയും. അയാൾക്ക് കൺവിൻസ്ഡ് ആവുന്ന ഒരു വാർത്ത സംഘപരിവാറിന് അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ അത് സംപ്രേഷണം ചെയ്യും. എന്താ സംശയം? അതായത് മീഡിയ വണ്ണിന്റെ പോളിസി അനുസരിച്ച് മാത്രമുള്ള രാഷ്ട്രീയ നിലപാടുകളും ആ പോളിസി അനുസരിച്ചുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾ സംപ്രേഷണം ചെയ്യുള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് തുടരാം. ഞാൻ ഒറ്റ കാര്യം പറയാം. ഒറ്റ കാര്യം, താങ്കൾ ആ കാര്യം ഒരു ചോദ്യമായി അങ്ങനെയല്ല, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്താൻ വേണ്ടി അല്ല. ഇങ്ങനെ ഇടപെടുകയാണ് എനിക്ക് ചർച്ച കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. താങ്കൾ അത് ഒരു മീഡിയ വണ്ണിന്റെ എഡിറ്റർ കൂടിയാണ് ഞാൻ എന്നതുകൊണ്ട് അതിനൊരു മറുപടി പറയണമെന്നുള്ളത് കൊണ്ടാണ്. വളരെ കൃത്യമായി ലോജിക്കലായി വസ്തുതാപരമാണ് എന്ന് കാണുന്ന ഏത് വാർത്തയും സംപ്രേഷണം ചെയ്യാൻ മീഡിയ വൺ ബാധ്യസ്ഥമാണ്. അത് ഞാൻ പറയുന്നത് അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല. വസ്തുതാപരമായി നിലനിൽക്കുന്ന, റിപ്പോർട്ടർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകളുള്ള ഏത് വാർത്തയും മീഡിയ വൺ സംപ്രേഷണം ചെയ്യാൻ ബാധ്യസ്ഥമാണ്. താങ്കൾക്ക് തുടരാം. അതാണ് ആ 2 വാക്കുകൾ തമ്മിലുള്ള. താങ്കൾ തന്നെ പറഞ്ഞു, ഇത് മീഡിയ വൺ ഒരു സംപ്രേഷണം ചെയ്യാൻ ബാധ്യസ്ഥമാണ്. പക്ഷെ ചെയ്യുമോ ഇല്ലയോ എന്ന് താങ്കൾ ചെയ്യും എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബാധ്യസ്ഥം എന്നുള്ള വാക്കോട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആണ്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്നതുകൊണ്ടാണ്. അതായത് പക്ഷെ നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്. ഇതേപോലെ ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളും പോളിസികളും ഉണ്ട്. അത് ജനം ടിവിക്കായാലുമുണ്ട്, മനോരമയ്ക്കായാലുമുണ്ട്, മാതൃഭൂമിക്കായാലുമുണ്ട്. ആദാത് സ്ഥാപനങ്ങളുടെ നയത്തിനും പോളിസിക്കും അനുസരിച്ച് മാത്രമേ ഒരു പത്രപ്രവർത്തകന് അതിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ഇതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് ഡൽഹിയിൽ ഇരുന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി അവിടെ പറയുന്നതല്ല, നിങ്ങൾ ഇന്ന വാർത്ത സംപ്രേഷണം ചെയ്താൽ നിങ്ങളെ കൂട്ടിക്കളയും എന്നുള്ള രീതിയല്ല. ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്, മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നത് മാധ്യമ മാനേജ്മെന്റുകൾ തന്നെയാണ്, മാധ്യമങ്ങൾ തന്നെയാണ്. അതിന് നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമോദ് രാമ അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഫലത്തിൽ ഇവിടെ 26% പരമാവധി ഡിജിറ്റൽ മീഡിയയിലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പരമാവധി. ആ 26% ഞങ്ങൾ എടുക്കാൻ പോകുന്നു, ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്ന് BBC-യോട് അറിയിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അത് അനുവദിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഈ BBC-യുടെ പോളിസിക്കനുസരിച്ചോ അല്ലെങ്കിൽ BBC-യുടെ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനോ ഒന്നും ഇവിടെ ഒരു തടസ്സവുമില്ല എന്ന് താങ്കൾ തന്നെ പറയുകയും. പിന്നെ ഇവിടെ ഇന്ത്യ മുഴുവൻ, ഇപ്പൊ കേരളം ഒരു പ്രത്യേക രാജ്യമായതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അഭ്യാസങ്ങളും ഏകാധിപത്യവും ഒന്നും നടക്കാത്ത ഒരു പ്രത്യേക മണ്ണും ഭൂമി ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് വിമർശിക്കാം, പക്ഷെ മറ്റൊരിടത്തിരുന്ന് വിമർശിക്കാൻ പാടില്ല എന്നാണല്ലോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സുഹൃത്തെ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഈ ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അവിടെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഈ KP നൗഷാദ് അലിയുടെ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്താണ് നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത്?
അദ്ദേഹം എന്താ കറുപ്പടിച്ച് മയങ്ങുകയായിരുന്നു എന്നാ ചോദിച്ചത്. അതും BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ നിന്നുകൊണ്ട്. ഇവിടെ മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ എന്നൊക്കെതിരെ കേസ് പോലും ഇല്ല. ഇവിടെ ഈ രാജ്യത്ത് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? എനിക്ക് തോന്നുന്നില്ല ഇവിടെ അടിയന്തരാവസ്ഥയിലെ കാലഘട്ട കൃത്യമായി ഓർമ്മയുള്ളവര് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനെന്നും കൊച്ചുകുട്ടിയാണ്, സമ്പത്ത് പറഞ്ഞു അദ്ദേഹവും കൊച്ചുകുട്ടിയാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ 100% സെൻസർ ചെയ്ത വാർത്തകൾ മാത്രമായിരുന്നു ഇവിടെ പുറത്തു വന്നിരുന്നത്. CPM-ന്റെ അദ്ദേഹം മുഖപത്രമായ ദേശാഭിമാനി പോലും കൈകെട്ടി മുട്ടിലഴഞ്ഞ കാലമായിരുന്നു അത്. CPM-നെ ഒന്നും നിരോധിച്ചിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ്, അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ആ കാലത്ത് ഈ 75-77 കാലത്ത് BBC എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? BBC അന്ന് നോക്കൂ, BBC എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? താങ്കൾ ഇപ്പോൾ അതാണല്ലോ താങ്കൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാലമായിട്ട് കാണുന്നത്. മാധ്യമങ്ങളെ ഏറ്റവും അധികം കൂച്ചുവിലങ്ങിട്ട ഒരു കാലം. ശരിയാണ്, ആരും അതിൽ തർക്കിക്കില്ല. ഞാനോ എൻ്റെ കൂടെയുള്ളവരോ ഈവൻ കോൺഗ്രസ് നേതാവായ KP നൗഷാദ് അലി പോലും അക്കാര്യത്തിൽ തർക്കിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. ആ സമയത്ത് BBC എങ്ങനെ പ്രവർത്തിച്ചു? അപ്പം ആ BBCക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അന്ന് മറ്റ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയാത്ത വിവരങ്ങൾ അവർ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമെന്ന്. അപ്പോൾ അതേ മാധ്യമം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ BBC അവരുടെ തന്നെ കണ്ടെത്തലുകളിലൂടെ, അവരുടെ തന്നെ ഇൻവെസ്റ്റിഗേഷനിലൂടെ 2002 ഗുജറാത്ത് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി പുറത്തുവിട്ടപ്പോൾ അതെന്തിന് നിരോധിക്കണം ഇന്ത്യൻ ഗവൺമെന്റ്? പ്രമോദേ, BBC-യെ എന്തിനാണ് ഇന്ദിരാഗാന്ധി നിരോധിച്ചത്? ഇന്ദിരാഗാന്ധി ആണോ നിങ്ങളുടെ മാതൃക? എങ്കിലും അത് പറഞ്ഞാൽ മതി. അല്ലല്ല ഞാൻ ആ നിരോധനത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ദിരാഗാന്ധി നിരോധിച്ചതിനെ ഞാൻ അതിനെ എതിർത്തല്ല. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയമായ പല കാരണങ്ങളിലും അപ്പോ അടിയന്തരാവസ്ഥ കാലത്തെ നടപടികളെ താങ്കൾ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ നിരോധനത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് മുമ്പുള്ള നിരോധനം, ആ നിരോധനത്തിന്റെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണെന്നേ. കാര്യം ഈ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന കണ്ടന്റ് അതിന്റെ അകത്ത് സംപ്രേഷണം ചെയ്തപ്പോൾ ആ കാരണം കൊണ്ട് ഇന്ദിരാഗാന്ധി അതിനെ അന്ന് BBC-യുടെ സംപ്രേഷണം ഇവിടെ വിലക്കിയതിനെ, നിരോധിച്ചതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. ചോദ്യം ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് BBC നടത്തുന്നതെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും മോദിയുടെ കാലത്തായാലും അനുവദിക്കപ്പെടണമോ വേണ്ടയോ? സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് പ്രമോദ് രാമന്റെ മൂക്കിന്റെ തുമ്പിൽ അവസാനിക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് സ്വാതന്ത്ര്യമില്ല. അതായത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കും, അതിനപ്പുറം പാടില്ല. അതായത് ഭരണാധികാരിയുടെ എന്നല്ല പറഞ്ഞു. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവരുടെ മൂക്കിന് മുമ്പിലാണെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ മൂക്കിൻ തുമ്പിൽ അവസാനിച്ചു. ഒരു ഭരണാധികാരിയുടെ അല്ല, ഒരു രാജ്യത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന്റെ മൂക്കിൻ തുമ്പിൽ. അത് ഈ അഭിമാനം, ശ്രീ ഷാബു പ്രസാദ്, ഈ അഭിമാനത്തെ മുഴുവൻ, ജനങ്ങളുടെ മുഴുവൻ, രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനം എങ്ങനെയാണ് ഒരു ഭരണാധികാരി തീരുമാനിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരായതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഭിമാനം മുഴുവൻ ഭരണാധികാരിയെ ഏൽപ്പിക്കാനല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്വാഭിമാനം മുഴുവൻ ഭരണാധികാരിയെ ഏൽപ്പിക്കാനല്ല, ഭരിക്കാനാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് ഈ രാജ്യത്തിന്റെയും ഈ രാജ്യത്തിന്റെ ജനതയുടെയും അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അവരത് റിയാക്ട് ചെയ്യും, അതിനനുസരിച്ച് തന്നെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ശരി ഷാബു പ്രസാദ്, ഞാൻ വരാം. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഇത് ചെയ്യുന്നത് ജനങ്ങളുടെ ഇതല്ല എന്ന് ആണ് ജനങ്ങളുടെ അഭിപ്രായമെങ്കിൽ
5 വർഷത്തിലൊരിക്കൽ അത് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇവിടെ. ശരി, അതാരും തർക്കിക്കുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ നൌഷാദ് അലി, ഇവിടെ ഇപ്പോൾ ആ താരതമ്യം, അടിയന്തരാവസ്ഥയുമായുള്ള താരതമ്യം വന്ന സ്ഥിതിക്ക് താങ്കൾക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് മുന്നേ തന്നെ 72 തന്നെ നിരോധിച്ചിട്ടുണ്ട് BBC ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭരണാധികാരികൾ എല്ലാ കാലവും എപ്പോഴും അവരുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്യുന്നൊരു കാര്യമായി വിലയിരുത്തി നമുക്ക് ഇതിനെയൊക്കെ സന്തുലനം ചെയ്ത് നിർത്തണം. പ്രമോദ്, ഇവിടെ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലത്തിനടുത്തായി, അരനൂറ്റാണ്ട് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലേക്ക് എനിക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. അത് പറയേണ്ട ഒരു സന്ദർഭമല്ല ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പറയുന്നത് അല്ല, മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിലങ്ങുകൾ തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അതൊരു അവസ്ഥയാണ്, പ്രത്യേക ഒരു അവസ്ഥ. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉടനീളം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുമായിട്ട് അതിനെ എല്ലാ കാലത്തും BJP-ക്കാരെ താരതമ്യപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ ഈ അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചിട്ടാണല്ലോ സ്വന്തം സ്വത്വത്തെ തന്നെ മറന്ന് പിരിച്ചുവിട്ട് ഇവർ സംഘടനാ കോൺഗ്രസിന്റെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കൂടെ ലയിച്ചു ചേർന്ന് ജനതാ പാർട്ടിയായി മാറിയത്. അങ്ങനെയുള്ള അവർ ഈ അടിയന്തരാവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്നു. അതിലെന്ത് ധാർമ്മിക അവകാശമാണ് അവർക്കുള്ളത്? അവരന്ന് അതിനെ എതിർത്ത് അതിന്റെ ഗുണഭോക്താക്കളായവരാണ് 1977 തെരഞ്ഞെടുപ്പിൽ. അവർ സ്വന്തം വ്യക്തിത്വത്തെ മറ്റ് പാർട്ടികളിൽ കൊണ്ടുപോയി ലയിപ്പിച്ച ആളുകളാണ്. അവർ ഈ അടിയന്തരാവസ്ഥയെ ഇന്ന് അനുകൂലിക്കുമ്പോൾ അത് എത്രമാത്രം വിരോധാഭാസമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ ചോദിച്ചത് അതല്ല. എന്താണ് അതായത് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നതുകൊണ്ട് അത് ശരിയാണെന്ന് പറയാനോ, ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അതിനേക്കാൾ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു എന്നതിനെ ന്യായീകരിക്കാനോ നമുക്ക് കഴിയില്ല. രണ്ടും സാധ്യമല്ല. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? എന്തുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അക്കാലത്ത് നടന്നതിനെ തള്ളിപ്പറയാതെ നമുക്ക് ഇക്കാലത്തെ കാര്യത്തെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? താങ്കൾ എന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല? ഞാൻ പറയുന്നു, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഏതായാലും ഈ രാജ്യത്ത് അവരെ മുച്ചൂടും വിമർശിച്ചിരുന്ന ആയിരക്കണക്കിന് മാധ്യമ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും നേതാക്കളും ഒക്കെ ഇവിടെ സജീവമായിരുന്നു. അവരെ വലിയ തോതിൽ എതിർക്കാൻ ഈ രാജ്യത്തെ മുഖ്യധാര കോടതികൾ മുന്നോട്ട് വന്നിരുന്നു. അവരൊരു ഭരണഘടനാ സ്ഥാപനത്തെയും ഇവരുടേതുപോലെ കയറൂരി വിട്ടിരുന്നില്ല. ആ കാലത്ത് നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഇക്കാലവുമായിട്ട് താരതമ്യം ചെയ്യരുത്. അവിടെ ചില കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ടാകാം. അത് ചരിത്രത്തിലുടനീളം പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിനെ മുഴുവൻ ഈ പറഞ്ഞ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമാന്യവൽക്കരിച്ച് തടി തപ്പുക എങ്ങനെ സാധ്യമാകും? മോദിയെയും അമിത്ഷായെയും എതിർത്താൽ, വിമർശിച്ചാൽ, കേന്ദ്ര ഭരണത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അത് രാജ്യവിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകില്ലല്ലോ. ഇവർ വ്ളാദിമിർ പുടിനും ചൈനയിലെ ഏകാധിപത്യ സർക്കാരിനൊക്കെ പഠിക്കുകയാണ്. ഇവർ അത്തരത്തിലൊരു സംസ്കാരം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെതിരെ ഉയർന്നുകൊണ്ടേ ഒരു ബ്രേക്കിനുള്ള സമയമായിരിക്കുന്നു. ഒരു ചെറിയ ബ്രേക്ക് വേണം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇതിൽ അടിയന്തരാവസ്ഥയോ അതിനേക്കാൾ കടുത്ത നിയന്ത്രണങ്ങളോ എന്നത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഇതിൽ ഇപ്പോൾ എല്ലാ കാലത്തും BBC എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല നിലയ്ക്കും അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ വളരെ മികച്ച നിലയിലുള്ള റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷമായിരുന്ന, അന്ന് ജയിലിൽ കിടക്കേണ്ടി വന്ന പല BJP നേതാക്കളുമുണ്ടല്ലോ. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒന്ന് ആ വശത്ത്. മറ്റൊരു വശം എന്ന് പറയുന്നത് അതിന് ശേഷവും തന്നെ ഇപ്പോൾ സഞ്ജയ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പരാജയങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് 77 പരാജയം ആദ്യം റിപ്പോർട്ട് ചെയ്ത് BBC ആണ്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, വധം ആദ്യം കൺഫേം ചെയ്യുന്നത് അവരാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതിനകത്ത് സുവർണക്ഷേത്രത്തിനകത്ത് കടന്ന് റിപ്പോർട്ട് ചെയ്യുന്ന BBC. അപ്പോൾ ഇങ്ങനെയുള്ള പല ചരിത്രവും BBC-ക്ക് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതിനെ മുഴുവൻ നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് അവരെ ഫോഴ്സ് ചെയ്യുകയാണോ, അവരെ അതിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയാണോ ഈ ഗവൺമെൻറ് എന്നതാണ് ചോദ്യം. മുമ്പ് ശ്രീയെ സമ്പത്ത് ഒരു കാര്യം, ഇപ്പോൾ തൊട്ടു മുമ്പ് നടന്ന ചർച്ചയുടെ കൂടി പശ്ചാത്തലത്തിൽ ഭരണകൂടങ്ങൾ അവരുടെ
തന്നിഷ്ടപ്രകാരമുള്ള വാർത്തകൾ മാത്രം വാർത്തകൾ വരുന്നതിന് മാത്രം സ്വാതന്ത്ര്യം നൽകുക, തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള വാർത്തകൾക്ക് മാത്രം സ്വാതന്ത്ര്യം നൽകുക എന്നൊരു അവസ്ഥയിലേക്ക് പോകുക എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായ സ്വേച്ഛാധിപത്യം എന്നാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് സംഭവിക്കാവുന്നത് മുഴുവനുമാണോ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? BBC-യുടെ ഉദാഹരണം എന്താണ് മാധ്യമലോകത്തോട് തന്നെ പറയുന്നത്? പ്രമോദ, ഞാൻ ഈ ചർച്ചയുടെ ഇടയിലാണെങ്കിലും ഇതൊരു പെട്ടെന്നത് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാനൂരിലെ നന്നാറത്ത് പീടിക പരിസരത്ത് ഗൃഹസന്ദർശനത്തിന് പോയ CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് K. ധനഞ്ജയനും LDF-ന്റെ കൂത്തുപറമ്പ് മണ്ഡലം നവമാധ്യമം ചുമതലക്കാരൻ സഖാവ് രണദേവും ലീഗിൻ്റെ പ്രവർത്തകർ അവരെ ആക്രമിച്ചു. ആ ഒരു സംഭവത്തിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ്. ഇത് സമാധാന അന്തരീക്ഷം പുലരണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിത് പറയുന്നത്. ഉണ്ടായ ഒരു സംഭവം കൂടി ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഇവിടെ ശ്രീ ഷാബു പ്രസാദ് വല്ലാതെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്താൻ കഴിയാതെ ന്യായീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണോ ജീവിക്കുന്നത്? ഇക്കാര്യത്തെ സംബന്ധിച്ച് ഞാനിത് ചോദിക്കാൻ കാരണം, ചിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഓരോരുത്തർക്കും. കാരണം സ്വന്തം രക്തവും മാംസവും ആകുമ്പോൾ മാത്രമാണ് ജീർണവസ്ത്രങ്ങളുടെ ഉപമ നാം മറന്നിടുന്നത്. ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയോ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത്, ചിരിക്കാൻ വരട്ടെ, ഇതുകൂടെ കേട്ടിട്ട് ചിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ അന്ന് ഓർമ്മയുണ്ടല്ലോ ഗോയങ്കയെ. അടിയന്തരാവസ്ഥക്കാലത്ത് ഗോയങ്കയുടെ മേൽ 320 കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ശ്രീമതി ഗാന്ധി 6 ഡയറക്ടർമാരെ നോമിനേറ്റ് ചെയ്തു. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് വാസ്തവത്തിൽ ആ പത്രം നിലനിർത്താൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ ഭരണകക്ഷിയെ എതിർക്കുന്നതായിട്ടുള്ള പത്രങ്ങൾക്കുള്ള ന്യൂസ് പ്രിൻ്റ് കോട്ടയിൽ വെട്ടിച്ചുരുക്കലുണ്ടാക്കി. ശ്രീമതി ഗാന്ധി തന്നെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ അടിക്കുമെന്നാണ്. അതിൻ്റേതായ തനി ആവർത്തനം, അത് അങ്ങേയറ്റം വർഗീയത കൂടി ചാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഷാബു, അദ്ദേഹത്തിന് എങ്ങനെ നീതീകരിക്കാൻ കഴിയും? ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം നാളിതുവരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകരെ കണ്ടാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാ പ്രവാഹം നടത്തുന്നു എന്ന് പറയുന്നില്ല എങ്കിലും 56 ഇഞ്ചിൻ്റെ നെഞ്ചുവിരിവ് പറയുമ്പോൾ ഒരു ചെറിയൊരു കുട്ടിയെ, ഒരു മാധ്യമപ്രവർത്തകയെ കാണുമ്പോൾ വല്ലാതെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുവെങ്കിൽ എന്തൊരു ഭീരുത്വമാണ് ഈ കാണിക്കുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് എഴുതാം ഞങ്ങൾക്ക് അനുകൂലമായി, നിങ്ങൾക്ക് പാടാം ഞങ്ങളെ പുകഴ്ത്തിക്കൊണ്ട്, നിങ്ങൾക്ക് നടനം നടത്താം ഞങ്ങളെയെല്ലാം അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട്. അല്ലാതെ പണ്ട് നെഹ്റു പറഞ്ഞതുപോലെ ഡോണ്ട് സ്പെയർ മീ എന്നുള്ള നിലയിലേക്ക് എന്നെ നിങ്ങൾ വെറുതെ വിടണ്ട. ഇവിടെ ഇപ്പം എന്താണ്, പ്രധാനമന്ത്രിയാണ് ഈ നാടിൻ്റെ ഒരു മുഖം എന്നുള്ള നിലയിലേക്ക് കാണിക്കാൻ. ഇന്ത്യയുടെ ഈ ഭരണഘടനയിൽ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പോലെ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുക. ഇന്നുവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയുമല്ല. ഇതെല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യ റൗണ്ടിലെ ചർച്ചയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയെ ഇവിടെ ഇതുമായി തുലനം ചെയ്തത്. അക്കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ ഭീകരമായ നിലയിലേക്ക് നരഭോജിയായി സർക്കാർ മാറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഈ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത് ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ. എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ പ്രമോദെ, ഒന്ന് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് നമ്മുടെ ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിൽ അങ്ങനെ രൂപീകരിച്ചോ? ഉത്തരവിറക്കിയോ? മറന്നുപോയോ? ഷാബു ഉൾപ്പെടെയുള്ളവരെല്ലാം മറന്നുപോയല്ലേ? കോടതി ഉത്തരവ്, സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ടാണ് ഈ കാര്യത്തിൽ അതില്ലാതായി. ഇല്ല എങ്കിൽ ഈ ഒരു ചർച്ച ഇവിടെ നടക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അച്ചടി മാധ്യമങ്ങളിൽ ഇന്ന് വരുന്ന എന്തെങ്കിലും പിൻവലിക്കേണ്ടി വന്നത് ശ്രീ സമ്പത്ത് അല്ല, പിന്നീടാണ് സുപ്രീം കോടതി അത് റദ്ദ് ചെയ്യുന്നത്. അതെ, സുപ്രീം കോടതി റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിലോ? ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന നേതാക്കളുടെ പേര് കൊടുക്കരുത് എന്ന് സെൻസർ ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞാൻ കുട്ടിക്കാലത്ത് ആ ഉത്തരവ് കണ്ടതാണ്. കാരണം ഒരു പ്രസാധകൻ്റെ മകനായതുകൊണ്ട് ആ പത്ര ഓഫീസിൽ വന്നത് എനിക്ക് കാണാനിടയായി. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു, SFI പ്രവർത്തകനായിരുന്നു. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ, അവരുടെ എല്ലാം പടമുണ്ട്. ജയപ്രകാശ് നാരായണൻ, മൊറാജി ദേശായി, AK ഗോപാലൻ, പ്രമോദ് ദാസ് ഗുപ്ത, ഇങ്ങനെ നിരവധി പേരുടെ എല്ലാം പടമുണ്ട്, പേരില്ല. അടുത്ത ദിവസം സെൻസർ ബോർഡിൻ്റെ പുതിയ ഉത്തരവ് വന്നു, പേര് മാത്രമല്ല പടവും കൊടുക്കരുത്. അടുത്ത ദേശാഭിമാനി വേറൊന്നും സംസ്ഥാന കമ്മിറ്റിയിലെ ഇന്നാളെന്നുള്ളത്. ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനേക്കാൾ കടുത്തതാണല്ലോ. ആണ് എന്ന് പറയാം. ശ്രീ ഷാജി,
ഇക്കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഏറ്റവും എല്ലാവർക്കും ബാധകമായ തരത്തിലുള്ളൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പോലും കുറെ കൂടി ഭേദമാകുമായിരുന്നു. അല്ലെങ്കിൽ ആ നിലയിൽ അതാണെങ്കിൽ പോലും അതിനോട് പൊരുതാൻ മാധ്യമങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമായിരുന്നു എന്ന നിരീക്ഷണങ്ങൾ നടത്തുന്നവരുണ്ട്. കാരണം ഇതിൽ ഒരു മെജോറിറ്റി മാധ്യമങ്ങളെ കൂടെ നിർത്തുക, അതിൽ പരമാവധി ഇപ്പോൾ NDTV പോലുള്ളൊരു സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അദാനിയൊക്കെ മുന്നോട്ട് വരിക, അങ്ങനെ ഒരു പ്രോസസ്സ് കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അടിയന്തരാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നതിനേക്കാൾ മോശമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയൊരു വിഭാഗം മാധ്യമങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നേരിടാൻ മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനോട് പൊരുതാൻ തോന്നുന്ന മാധ്യമങ്ങൾക്ക് BBC ഒരു മാതൃകയാണോ? കാരണം ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല, ഞങ്ങൾ ഇവിടുന്ന് അവസാനിപ്പിക്കുന്നില്ല, ഞങ്ങൾ മറ്റൊരു കമ്പനിയായി, നിങ്ങളുടെ നിയമപ്രകാരം ഞങ്ങളിതാ മറ്റൊരു കമ്പനിയായി ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജാണോ BBC കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നോക്കാം, NDTV പോലെ വലിയൊരു സ്ഥാപനത്തെ അദാനിയെ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങി നിശബ്ദമാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ NDTVയിൽ ഏറ്റവും വലിയ രവീഷ് കുമാറിനെ പോലൊരു ജേർണലിസ്റ്റ് പുറത്തു പോയിട്ട് ഒരു സമാന്തര മാധ്യമ സ്ഥാപനം തുടങ്ങി. ഇന്ന് NDTVക്ക് കിട്ടുന്നതിനേക്കാൾ വ്യൂവേഴ്സ് അദ്ദേഹത്തിന്റെ ആ ചാനലിന് വരുന്നു. ഒരു സാധ്യതയാണ്. ഇന്ന് ഗുജറാത്തിലടക്കം ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് മനുഷ്യർ സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്നു, മുഖ്യധാരാ മാധ്യമ പ്രവർത്തനം നടത്തുന്നു. പറ്റും പോലെ എല്ലാം ആളുകൾ ഇതിനെ എല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായ കാര്യം, ജനാധിപത്യ സംവിധാനങ്ങളിലും ഏകാധിപത്യ പ്രവണതയുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ ഞാൻ കൊച്ചു കുട്ടിയായ കാലത്താണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്, നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. തുടർന്ന് 1980 മിസ് ഗാന്ധി അധികാരത്തിൽ വന്ന് 84 അവർ മരിക്കുന്നത് വരെ അവർ പിന്നെ വലിയൊരു ഏകാധിപത്യപരമായ രീതിയിലേക്കല്ല പോയത്. പണ്ട് ചെയ്ത കാര്യങ്ങൾ ഒരു തിരുത്തിയിട്ടാണ് അവർ മുന്നോട്ട് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ രാജീവ് ഗാന്ധിയുടെ ഭരണം വന്നപ്പോഴാണ് വലിയൊരു പത്രമാരണ നിയമം വന്നു. ഈ രാജ്യത്തെ മാധ്യമങ്ങൾ സംഘടിതമായി അതിനെ പൊരുതി തോൽപ്പിച്ചു. അതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള വലതുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും ശക്തമായി ഒരുമിച്ച് എന്തുകൊണ്ട് അല്ല, അത് അങ്ങനെ ഒരു പത്രമാരണ നിയമം അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ, അതിനൊക്കെ എതിരെ ഒരു വികാരം ഉണർന്നു വരും, മാധ്യമങ്ങൾ യോജിക്കും, ജനങ്ങൾ അതോടൊപ്പം നിൽക്കും, അങ്ങനെ ഒരു സാഹചര്യം വരും. ഇതിപ്പോ അങ്ങനെ ഇല്ലാതിരിക്കെ സംഭവിക്കുന്നത് ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാക്കുകയും ആ കോർപ്പറേറ്റുകളെ ഗവൺമെന്റിന്റെ ഭാഗമാക്കുകയും മാറ്റുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാരായ കോർപ്പറേറ്റുകളുടെ ഒരു ഭാഗമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് ഒരു അടിയന്തരാവസ്ഥ പോലെ ഒരു സംഗതി വന്നിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ചെറുത്തുനിൽപ്പിനെ പോലും ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മളിവിടെ ചർച്ചയിൽ പങ്കെടുത്ത് ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, പേര് പറയാത്ത ഒരു അടിയന്തരാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്തുതിപാഠകരായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരസ്യങ്ങൾ കിട്ടുന്നു, വരുമാനം കിട്ടുന്നു. അവർ കൂടുതലായിട്ട് സർക്കാരിനെ സ്തുതിക്കുക, അവരുടെ ഭൗതികമായ നേട്ടങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുന്ന സ്ഥാപനങ്ങൾ എതിർപ്പ് നേരിടുന്നു, പൂട്ടപ്പെടുന്നു, പേര് മാറ്റേണ്ട വരുന്നു. ഈ പേര് മാറ്റുക സാങ്കേതികമായിട്ട് നമ്മൾ കാണണ്ട. ഈ പേര് മാറ്റത്തിന് പിന്നിൽ അല്ലെങ്കിൽ പേര് മാറാൻ ഒരു സ്ഥാപനം നിർബന്ധിത വലിയൊരു അപകടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ നേരത്തെ പറഞ്ഞു നിരോധനം ഒരാവശ്യമാണ്. രാജ്യത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സംഗതികൾ വന്നു കഴിഞ്ഞാൽ അത് ചിലത് നിരോധിക്കേണ്ടി വരും. ഇന്ദിരാഗാന്ധി ചെയ്തതും മോദി ചെയ്തതും ശരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പൗരന് അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അത് ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമാണ് മീഡിയ വൺ കേസിൽ സുപ്രീം കോടതി ചെയ്തത്. അതിലെ അടിസ്ഥാന ആശയങ്ങൾ എടുത്തു പറഞ്ഞു എന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ പുതുതായി കൂട്ടിച്ചേർക്കുകയല്ല സുപ്രീം കോടതി ചെയ്തത്. അതോടൊപ്പം മുൻകാല വിധികളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ചു എന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു നടപടിക്കെതിരെ അങ്ങനെ അടിസ്ഥാന ഭരണഘടനാ ആശയങ്ങൾ തന്നെ സുപ്രീം കോടതിക്ക് എടുത്തു പറയേണ്ടി വരുന്നുവെങ്കിൽ, ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആവിഷ്കാരത്തിനും എതിരായൊരു നടപടി സർക്കാർ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? പ്രമോദ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് സമയം കുറവാണ്, ദയവേത് ക്ഷമിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ട ആളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ സമയം കുറവാണ്.
അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. താങ്കൾ പറഞ്ഞോളൂ. എന്റെ സമയക്കുറവ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ താങ്കളെ മാത്രമായിട്ട് സംസാരിക്കാതിരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ശ്രീ നൗഷാദ് അലി ഇവിടെ പറഞ്ഞു, അതായത് ജനസംഘം പേര് മാറ്റി BJP ആയതാണ്, സ്വന്തം സ്വത്വത്തെ പോലും അടിയറ വെച്ച ഒരു വളരെ അദ്ദേഹം ഇവിടെ ഒരു കഥ ഇവിടെ പറഞ്ഞു. ഇവിടെ അവരുടെ ദേശീയ നേതാവ് നോമിനേഷൻ കൊടുക്കുന്ന ആ നിർണായക ദിവസത്തിൽ സ്വന്തം പാർട്ടി പതാകയെ പോലും BJPയെ പേടിച്ച് പോക്കറ്റിൽ കയറ്റി വെച്ച് ആ സ്വത്വത്തെ സ്വന്തം സ്വത്വത്തെ അപമാനിച്ചവരാണ് നിങ്ങൾ. അത് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇത് സ്വന്തം പാർട്ടി സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഗ്രൂപ്പിന്റെ? നമ്മുടെ വിഷയത്തിലേക്ക് വരൂ ശ്രീ ഷാബു. അല്ല, അദ്ദേഹം ഇവിടെ പറഞ്ഞതിന്റെ മറുപടി എനിക്ക് പറയണം. കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇനി സമ്പത്ത് പറഞ്ഞതിനോട് എനിക്ക് പറയാനുണ്ട്. സമ്പത്തെ ഇന്നത്തെ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കാല് തല്ലി ഒഴിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്തോ? അന്ന് MLA ആണ് പിണറായി വിജയൻ. ആ അസംബ്ലിയിൽ നിങ്ങൾ ഒരു സബ്മിഷൻ ഉന്നയിച്ചോ? ഒരു പ്രകടനം നിങ്ങൾ നടത്തിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഒരു MLA ചെയ്തിട്ട് ഇന്ദിരാഗാന്ധിയെ സ്വന്തം MLA ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് CPM നനഞ്ഞ പൂച്ചയെ പോലെ പേടിച്ച് പതുങ്ങിയിരിക്കും. അതാണ് അന്ന് നടന്നത്. പിന്നെ ഇവിടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇത്ര പച്ചക്കള്ളം ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്നിരുന്നു പറയാനായി ഒരു വലതുപക്ഷ നിരീക്ഷകന്റെ വേഷം ധരിച്ച BJPക്കാരന് പോലും കഴിയില്ല. പാർലമെന്റിൽ സഖാവ് AKജിയുടെ പ്രസംഗം, നിയമസഭയ്ക്കകത്ത് സഖാവ് പിണറായി വിജയൻ തന്നെ പിന്നീട് നടത്തിയ പ്രസംഗം, ആ നിയമസഭയ്ക്കകത്ത് സഖാവ് EMSന്റെ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം മനുഷ്യ. കുറെ പുസ്തകങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ അക്ഷരവിരോധി ആവണോ? കുരുക്ഷേത്രത്തിൽ കൂടെ ആയിരുന്നു അന്ന് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ദേശാഭിമാനി കൂടെ അല്ല, കുരുക്ഷേത്രത്തിൽ കൂടെ ആയിരുന്നു. ഇവിടെ രഹസ്യമായി അച്ചടിച്ച് കുരുക്ഷേത്രത്തിൽ കൂടെ ആയിരുന്നു. ശ്രീ സമ്പത്ത് അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിരുന്നു. താങ്കൾ ഈ പറയുന്നതിനിടയിൽ തന്നെ അതിനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഒട്ടനേകം പ്രസംഗങ്ങളിലൂടെ അക്കാര്യങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. പാർട്ടി തന്നെ തുറന്നു, പിണറായി ആയാലും AKജി ആയാലും EMS ആയാലും അത് AKജിയുടെ പ്രസംഗം എന്നുള്ളതാണ്. എനിവേ ഞാൻ നമ്മുടെ വിഷയത്തിൽ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീ ഷാബു പ്രസാദ് ഈ BBC-ക്ക് സംഭവിച്ചത് ഒരു രാജ്യത്ത് ഒരു സ്വതന്ത്ര മാധ്യമത്തിന് സംഭവിക്കാൻ പാടുണ്ടോ ഇല്ലയോ? BBC-ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കണ്ടന്റിന് നിരോധനമില്ല. അവർക്ക് ഈ രാജ്യത്തെ അതാണ് അതൊരു നിലപാടാണ്. ആ നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. ശ്രീ KP നൗഷാദ് അലി, അവസാനമായി ഈ രാജ്യത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഉറപ്പുവരുത്താൻ കഴിയുന്നത് എന്താണ്? മാധ്യമങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള അറിയില്ല. എന്താണ് മാർഗം? വളരെ ഒരു വരിയിൽ. പ്രമോദ്, ഇവിടെ ഈ രാജ്യം ബാലാരിഷ്ടതകളിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, അങ്ങേയറ്റം പിന്നോക്കാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു കാലത്ത് പോലും ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച ഒരു അന്തസ്സും ആഭിജാത്യവും അസ്തിത്വവും വ്യക്തിത്വവും പ്രകടിപ്പിച്ചു പോന്ന ഒന്നാണ്. എന്നാൽ ഈ രാജ്യം ഇന്ന് പുരോഗതി കൈവരിച്ച് ലോകരാജ്യങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായി വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങടലും ഫാസിസത്തിലേക്കുള്ള കടന്നുപോക്കുമൊക്കെ ആയിട്ട് ഈ രാജ്യം തീർത്തും പ്രതിലോമകരമായി മാറുകയാണ്. കുഴിയാനയെപ്പോലെ ഈ രാജ്യത്തെ പുറകിലോട്ട് നയിക്കുന്ന ഈ 2014 ശേഷമുള്ള ഭരണകൂടത്തോട് വലിയ തോതിലുള്ള ഖേദം രേഖപ്പെടുത്താൻ ഞാൻ എന്റെ സമയം അവസാനിക്കുന്നു. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. മറ്റൊരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതാണ്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. 2013 BBC-യെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തമ മാതൃകയായി വിശേഷിപ്പിച്ചയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരിക്കെ, മുഖ്യമന്ത്രി ആയിരിക്കെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.